പെങ്ങളെ വർക്കല ബീച്ചിൽ പോയിട്ടുണ്ടല്ലോ. എന്തിനാ കൊല്ലം ബീച്ചിൽ കടന്നു പോകുന്നവരാണ് നമ്മള്. ആ കടലിന്റെ തിരമാലകൾ അടിച്ചു വരുമ്പോ നമുക്ക് പേടിയാ. അതിന്റെ മുമ്പിൽ പോകാൻ വല്ലാത്ത പേടിയാണ്. അകപ്പെട്ടു പോയാ മരിച്ചു പോകുമല്ലോ. അതുകൊണ്ട് കടലിന്റെ തിരമാലകൾ കാണുമ്പോ തന്നെ നമുക്ക് വല്ലാത്ത പേടിയാണ്. നിങ്ങൾ കടലിൽ പോയിട്ടുണ്ടോ സഹോദരാ? സഹോദരങ്ങളോട് ചോദിക്കുകയാ, നിങ്ങൾ മീൻ പിടിക്കാൻ കടലിന്റെ നടുവിലേക്ക് പോയിട്ടുണ്ടോ? ഞാൻ പോയിട്ടുണ്ടോ എന്റെ പ്രിയപ്പെട്ട സഹോദരാ. വല്ലാത്ത പ്രയാസമാണ്. കടലിന്റെ ഉള്ളിലേക്ക് പോകും തോറും വല്ലാത്ത പ്രയാസമാ. പടച്ചവനെ അല്ലാഹുവേ, ഞാനങ്ങനെ കടലിലേക്ക് മീൻ പിടിക്കാൻ പോയപ്പോ അല്ലാഹുവേ, മുകളിൽ ആകാശം, 4 ഭാഗത്തും വെള്ളമാണ്. കര കാണുന്നില്ലടോ. കര എവിടെയാണെന്നറിയില്ല. വല്ലാത്ത പേടിയായി, വല്ലാത്ത പേടിയായി. അവസാനം ഞാൻ ചോദിച്ചു, എങ്ങനെയാണ് കര കണ്ടുപിടിക്കുന്നത്? ബോട്ട് ഓടിക്കുന്ന മനുഷ്യൻ എനിക്ക് കാണിച്ചു തന്നു, ഇങ്ങനെയാ പോകേണ്ടത്. അവസാനം ഞാൻ ചോദിച്ചു, ഇവിടെ ആഴമുണ്ടോ? ഇവിടെ ആഴമുണ്ടോ? ആ സഹോദരൻ പറഞ്ഞു, ഉസ്താദേ, നാട്ടിലെ തെങ്ങിന്റെ നീളത്തോളം ആഴമുണ്ട് ഉസ്താദ്. ആ കടലിൽ ഒരു മനുഷ്യൻ വീണാലോ? കരയിലല്ലടോ, ആ നടുകടലിൽ ഒരു മനുഷ്യൻ വീണാൽ എത്ര നീന്തലറിയുന്ന മനുഷ്യനാണെങ്കിലും രക്ഷപ്പെടാൻ സാധ്യതയില്ല. രക്ഷപ്പെടാൻ സാധ്യതയില്ല. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഇനി കടല് പോകട്ടെ മോനെ. ആ കടലിന്റെ ഏറ്റവും കൂടുതൽ ആഴമുള്ള സ്ഥലത്താണ് തിമിംഗലം എന്ന് പറയുന്ന മീൻ ജീവിക്കുന്നത്. അത് കടലിലെ ഏറ്റവും നീളം കൂടിയ മീനാണ്. നീ കണ്ടിട്ടുണ്ടോ? ലക്ഷദ്വീപില് വഴുതിന് പോയപ്പോ അവിടെ ഒരു മ്യൂസിയം ഉണ്ടടോ. അതിനകത്ത് ചെല്ലുമ്പോ പടച്ചവനെ, ഈ കെട്ടിയിരിക്കുന്ന പന്തലിന്റെ നീളമുണ്ടടോ. ഒരു മുള്ളിങ്ങനെ നീട്ടി വച്ചിരിക്കുകയാണ്. ചോദിച്ചപ്പോ പറഞ്ഞു, ഉസ്താദ്, ഇതൊരു ചെറിയ തിമിംഗലത്തിന്റെ മുള്ളാണ്. സുബ്ഹാനല്ലാഹ്, അതിന് ഇത്രത്തോളം വലിപ്പമുണ്ടെങ്കിൽ വലിയ തിമിംഗലത്തെ കുറിച്ച് ചിന്തിക്കടോ. അത് കടലിലെ ഏറ്റവും വലിയ മീനാണ്. കടലിന്റെ അടിയിൽ ജീവിക്കുന്ന മീനാണ്. ആ മീനിന്റെ വയറിനകത്തെങ്ങാണം ഒരു മനുഷ്യനകപ്പെട്ടു പോയാൽ രക്ഷപ്പെടുമോ സഹോദരാ? അടാ, കടലിന്റെ അടിയിൽ കിടക്കുന്ന തിമിംഗലമെന്ന് പറയുന്ന മീനിന്റെ വയറിനകത്തൊരു മനുഷ്യന് പെട്ടുപോയാൽ എങ്ങനെ രക്ഷപ്പെടാനാണ്? 1% പോലും ചാൻസ് ഇല്ലടോ. എന്നാ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാം, യൂനുസ് എന്ന് പറയുന്ന പ്രവാചകനെ നടുകടലിൽ വലിച്ചെറിയുകയാണ്. നമുക്ക് ചരിത്രം പഠിച്ചവരാണ്. യൂനുസ് എന്ന് പറയുന്ന പ്രവാചകര് കപ്പലിൽ നിന്ന് കടലിലേക്ക് വലിച്ചെറിഞ്ഞടോ. അതാ യൂനുസ് നബി കടലിലെ വെള്ളത്തിലേക്ക് വീഴുമ്പോ തിമിംഗലം എന്ന് പറയുന്ന മീൻ വന്ന് വിഴുങ്ങുകയാണ്. യൂനുസ് നബി മീനിന്റെ വയറിനകത്ത് കിടക്കുകയാണ്. എവിടെയാ? കടലിന്റെ അടിയിൽ കിടക്കുന്ന തിമിംഗലം എന്ന് പറയുന്ന മത്സ്യത്തിന്റെ വയറിനകത്ത് മനുഷ്യനായ യൂനുസ് നബി അലൈഹിസ്സലാം. രക്ഷപ്പെടുമോ സഹോദരാ? നമ്മുടെ ബുദ്ധി കൊണ്ട് ചിന്തിക്കടോ. നമ്മുടെ ബുദ്ധി കൊണ്ട് ചിന്തിക്ക്. 1% ചാൻസ് ഉണ്ടോ? ഒരു ഓപ്ഷനുമില്ല, ഒരു ചാൻസുമില്ല, ഒരു വഴിയുമില്ല. എന്നാ യൂനുസ് എന്ന് പറയുന്ന പ്രവാചകൻ ആ മീനിന്റെ വയറിനകത്ത് കിടന്നിട്ട് ദുആ ചെയ്യുകയാ. വനാദാ ഫിദ്ദുലുമാത് അല്ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. എവിടെ കിടന്ന സഹോദര? തിമിംഗലമെന്ന് പറയുന്ന മീനിന്റെ വയറിനകത്ത് കിടന്നിട്ട് യൂനുസ് എന്ന് പറയുന്ന പ്രവാചകൻ വിളിക്കുകയാണ്, വനാദാ ഫിദ്ദുലുമാ. പടച്ചവനെ, ആ കടലിന്റെ ഇരുളിന്റെ അകത്ത് ആ മീനിന്റെ വയറിനകത്ത് കിടന്നിട്ട് യൂനുസ് നബി വിളിക്കുന്നു, അല്ലാഹ്
എന്നെ സഹായിക്കണേ അല്ലാ, എന്നെ രക്ഷപ്പെടുത്തണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഖുർആൻ തന്നെ പറയുകയാണ്, ലലബിസ ഫീ ബത്നിഹി ഇലാ യൗമി യുബഅസൂൻ. യൂനുസെങ്ങാണം അങ്ങനെ ദുആ ചെയ്തില്ലായിരുന്നെങ്കിൽ ഖിയാമത്ത് നാൾ വരെ കടക്കുമായിരുന്നു. അതാ ആഴ്ചകൾ കഴിഞ്ഞു. യൂനുസ് എന്ന് പറയുന്ന പ്രവാചകന്റെ അതാ ഒരു രോമത്തിന് പോലും പ്രശ്നമില്ലാത്ത രീതിയിൽ ആ മീൻ കൊണ്ടുവന്ന് കരയിലേക്ക് കൊണ്ടുവന്ന് ഛർദ്ദിച്ചു വെച്ചു എന്ന് ചരിത്രം പറയുമ്പോ ഇങ്ങനെയാണ് ദുആ ചെയ്യേണ്ടത്. നിങ്ങളെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നീ അങ്ങനെ ദുആ ചെയ്തിട്ടുണ്ടോ? ഇരിക്കുന്ന ഓരോ ആണിനോടും ചോദിക്കുകയാ, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നീ ഇതുപോലെ ദുആ ചെയ്തിട്ടുണ്ടോ? ഇതിനാണ് പ്രതീക്ഷ എന്ന് പറയുന്നത്, ഇതിനാണ് ദുആ എന്ന് പറയുന്നത്. എന്നാ ഈ സമുദായത്തിന് പിടിപെട്ടിരിക്കുന്ന ഏറ്റവും വലിയ ഭവിഷ്യത്ത് എന്തെന്നറിയോ? നിരാശയാ സഹോദരാ, എല്ലാവർക്കും നിരാശയാണ്. പടച്ചവനെ, ഇനി ഒരു രക്ഷയുമില്ല, എല്ലാ കച്ചവടവും പോയി, എല്ലാം പ്രശ്നമാണ്. നിരാശയാടോ, നിരാശയാടോ, എല്ലാ വഴികളും അടഞ്ഞു പടച്ചവര്, ഇനി രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ല എന്ന് പറഞ്ഞ് നിരാശയോടുകൂടി ജീവിക്കുന്നവരാ നമ്മള്. ഇല്ല സഹോദരാ, നിരാശ വൻപാപമാണ്, നിരാശ വൻപാപമാണ്. സാധാരണ തെറ്റല്ലടോ, നിരാശ വൻപാപമാണ് സഹോദരാ. നിനക്ക് വീട് തരാൻ അല്ലാഹുവിന് കഴിവില്ല, നിനക്ക് മക്കളെ തരാൻ അല്ലാഹുവിന് കഴിവില്ല, നിനക്ക് ജോലി തരാൻ അല്ലാഹുവിന് കഴിവില്ല, നിന്റെ രോഗം മാറ്റാൻ അല്ലാഹുവിന് കഴിവില്ല. എല്ലാത്തിനും കഴിവുള്ളവനാണ് അല്ലാഹ്, എല്ലാത്തിനും കഴിവുള്ളവനാ അല്ലാഹ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു സഹോദരൻ പറഞ്ഞു, ഉസ്താദ് കല്യാണം കഴിഞ്ഞ് 9 കൊല്ലമായി മക്കളില്ല. എന്തിനാ മോനെ നിരാശപ്പെടുന്നത്? എന്തിനാ നീ നിരാശപ്പെടുന്നത്? നീ അല്ലാഹുവിനോട് ദുആ ചെയ്യ്, നീ അല്ലാഹുവിനോട് ദുആ ചെയ്യ്. ഞാൻ നിങ്ങൾക്കൊരു ദുആ പറഞ്ഞു തരട്ടെ. അല്ലാഹുവിന്റെ പ്രവാചകനായ സക്കരിയ നബി അലൈഹിസ്സലാം, സക്കരിയ നബിയുടെ ചരിത്രം അറിയുമോ? ബൈത്തുൽ മുഖദ്ദസ് എന്ന് പറയുന്ന പള്ളിയുടെ മിഹ്റാബില് മറിയം എന്ന് പറയുന്ന ഒരു ചെറിയ പെൺകുട്ടി വളരുകയാണ്. ഉമ്മ പള്ളിക്ക് നേർച്ച ചെയ്തതാണ്. ഗർഭിണിയായിരുന്നപ്പോ ആൺകുഞ്ഞാണെന്ന് കരുതിയിട്ട് അതാ അവിടെ നിന്ന് മഹദി പറയുന്നു, എന്റെ കുഞ്ഞിനെ ഞാൻ പള്ളിക്ക് കൊടുക്കാ. അല്ലാഹുവേ, പ്രസവിച്ചപ്പോ പെൺകുട്ടിയായി. ഉമ്മ പറഞ്ഞ വാക്കു പാലിച്ചു, മറിയമിനെ കൊണ്ടുപോയി പള്ളിയിൽ കൊടുത്തു. അങ്ങനെ സക്കരിയ നബിയാണ് മറിയമിനെ വളർത്തുന്നത്. പള്ളിയുടെ മിഹ്റാബിലേക്ക് ഒരു ദിവസം കടന്നു ചെല്ലുമ്പോ സക്കരിയ നബി കാണുന്ന കാഴ്ച എന്താ? മറിയം ബീബി പഴം കടിച്ചു കൊണ്ടിരിക്കുകയാ. എന്ന് പറയുന്ന ചെറിയ പെൺകുട്ടി അവിടെ നിന്ന് പഴം കഴിച്ചു കൊണ്ടിരിക്കുകയാണ്. സക്കരിയ നബി വാങ്ങിച്ചു കൊടുത്ത പഴമല്ല, സക്കരിയ നബി വാങ്ങിച്ചു കൊടുത്ത പഴമല്ല. ആ ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്ത് പോലും കിട്ടാത്ത പഴമാണ് ഫാത്തിമ എന്ന് പറയുന്ന മറിയം എന്ന് പറയുന്ന പെൺകുട്ടി കഴിച്ചു കൊണ്ടിരിക്കുന്നത്. സക്കരിയ നബി ചോദിക്കുന്നു, മറിയമേ, എവിടെ നിന്നാ മറിയമേ ഈ പഴം? എവിടെ നിന്നാണ് മറിയമേ? മറിയം ബീബിയുടെ മറുപടി എന്തെന്നറിയുമോ? ഖാലത്തു ഹുവ മിൻ ഇൻദില്ലാഹ്, എനിക്കെന്റെ റബ്ബ് തന്നതാ, എനിക്കെന്റെ റബ്ബ് തന്നതാ. പടച്ചവനെ, കല്യാണം കഴിഞ്ഞ് കൊല്ലങ്ങളായി മക്കളില്ലാത്ത പ്രവാചകന്, വൃദ്ധനായ പ്രവാചകന്, പടച്ചവനെ സക്കരിയ നബിക്ക് 100 വയസ്സ് കഴിഞ്ഞടോ. 120 വയസ്സ് പ്രായമുണ്ടായിരുന്നു എന്നൊക്കെ ചരിത്രം പറയുകയാണ്. 100 വയസ്സുള്ള സക്കരിയ നബി, മക്കളില്ലാത്ത സക്കരിയ നബി അല്ലാഹുവിനോട് പറഞ്ഞു, അല്ലാ, പ്രായമായി റബ്ബേ, എല്ലുകളിൽ നിന്ന് മാംസങ്ങൾ വിട്ടുകഴിഞ്ഞു റബ്ബേ, ഒരുപാട് പ്രയാസങ്ങളുണ്ട് റബ്ബേ,
അല്ലാഹുവേ എനിക്കും മക്കളില്ല അല്ലാ, എനിക്കും മക്കളില്ല അല്ലാ, സാധ്യതയില്ല അല്ലാ. അതാ സക്കരിയാ നബി പറയുന്നു വകാനത് ഇംറഅതി ആകിറാ, എന്റെ ഭാര്യയുടെ അവസ്ഥയും അങ്ങനെയാ തമ്പുരാന്, അവള് പ്രസവിക്കാത്തവളാണ് തമ്പുരാന്. പെങ്ങളെ അതാ മെൻസസ് നിലച്ചു കഴിഞ്ഞാൽ ഒരു പെണ്ണിന് 40-ഉം 50-ഉം വയസ്സാകുമ്പോ മെൻസസ് പോലും നിലച്ചു പോകുമല്ലോ. ആ മെൻസസ് നിലച്ചു പോയ ഒരു പെണ്ണ് പ്രസവിക്കുമോ പെങ്ങള്? സക്കരിയാ നബി പറയുകയാണ് എന്റെ ഭാര്യയ്ക്ക് പ്രായമായി റബ്ബേ, അവള് പ്രസവിക്കാത്തവളാണ് റബ്ബേ, അവളുടെ മെൻസസ് പോലും നിലച്ചു പോയി റബ്ബേ. അല്ലാ, ഞങ്ങൾ രണ്ടുപേർക്കും ഒരുപാട് പ്രയാസങ്ങളുണ്ടല്ലോ, ചാൻസ് ഇല്ല അല്ലാ, ചാൻസ് ഇല്ല അല്ലാ. പക്ഷേ നിനക്ക് കഴിയുമല്ലാ, ഞങ്ങൾക്കൊരു മകനെ തരാൻ നിനക്ക് കഴിയുമല്ലാ. അതുകൊണ്ട് എനിക്ക് വേണം തമ്പുരാന്, എനിക്കൊരു മോനെ വേണം തമ്പുരാന്. സക്കരിയാ നബി എന്ന് പറയുന്ന പ്രവാചകന് വയസ്സാങ്കാലത്ത് പടച്ചവനോട് പറയുകയാ എനിക്കൊരു മകനെ വേണമല്ലാ, എനിക്കൊരു മകനെ വേണമല്ലാ. അല്ലാഹു കൊടുത്തു വാപ്പാ. മക്കളില്ലാത്ത പെങ്ങള് ഡോക്ടർമാര് പലതും പറയും പൊന്നുമോള്, അവര് പലതും നിന്നോട് പറയും നീ അകപ്പെട്ടു പോകരുത്, നീ മുസ്ലിമാണ്, നീ അല്ലാഹുവിനെ വിശ്വസിക്കുന്നവനാണ്, അല്ലാഹുവിന് സർവ്വതിനും കഴിവുള്ളവളാണെന്ന് വിശ്വസിക്കുന്നവളാ. അവര് പറയുന്നത് വിശ്വസിക്കല്ലേ പൊന്നുമോള്. സക്കരിയാ നബി അല്ലാഹുവിനോട് പറയുകയാ എനിക്ക് പ്രായമായി, എന്റെ ഭാര്യയ്ക്ക് പ്രായമായി, ഒരു സാധ്യതയുമില്ല ഞങ്ങൾക്ക് മക്കൾ ഉണ്ടാകാൻ, പക്ഷേ എനിക്ക് വേണം തമ്പുരാന്. അല്ലാഹു കൊടുത്തു വാപ്പാ. മഹാനായ യഹ്യാ നബി അലൈഹിസ്സലാം 120ഓളം വയസ്സോ പ്രായമുണ്ട് സക്കരിയാ നബിക്ക്. അപ്പൊ നിങ്ങൾ ആലോചിക്ക് സക്കരിയാ നബിയുടെ ആരോഗ്യസ്ഥിതി. സക്കരിയാ നബി തന്നെ അള്ളാഹിനോട് പറയുന്നുണ്ട് എനിക്ക് ഇന്ന പോരായ്മ, ഇന്ന പോരായ്മ, ഇന്ന പോരായ്മ, എന്നെ കൊണ്ടൊന്നിനും പറ്റൂല പടച്ചോനെ, എനിക്ക് പ്രായമായി പല രോഗങ്ങളുണ്ട്. എന്റെ ഭാര്യക്കാണെങ്കിൽ 99 വയസ്സുണ്ട് ഓൾക്ക്. അള്ളാഹു അവൾക്കും പല രോഗങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടും ഉണ്ട് പടച്ചവനെ, ഓള് പ്രസവിക്കാത്തവളാ. അതുകൊണ്ട് റഹ്മാനായ അല്ലാഹ് ഞങ്ങൾ രണ്ടുപേർക്ക് ഇങ്ങനെയൊക്കെ തന്നെ ആണെങ്കിലും നിനക്ക് കഴിയും തരാൻ. ഒരൊറ്റ ദുആ ചെയ്തു, അള്ളാഹു കൊടുത്തു യഹ്യാ നബി അലൈഹിസ്സലാമിനെ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഇതാണോടെ നമുക്ക് വേണ്ട വിശ്വാസം. ഇതിനാണ് ദുആ എന്ന് പറയുന്നത്. മക്കളുണ്ടാകാൻ വേണ്ടി കേരളത്തിന്റെ ഏതെല്ലാം ഹോസ്പിറ്റലിൽ പോകാൻ കഴിയുമോ അവിടെ മുഴുവനും പോയി, ഏതെല്ലാം മരുന്ന് കഴിക്കാൻ പറ്റുമോ ആ മരുന്നെല്ലാം കഴിച്ചു. പക്ഷേ നീ ഇന്ന് വരെ അല്ല പറഞ്ഞ മരുന്ന് കഴിച്ചിട്ടുണ്ടോ കാക്ക? ഇരിക്കണം നിങ്ങളോട് പറയുന്നു ഉസ്താദേ കച്ചവടമില്ല, കച്ചവടമില്ല, കച്ചവടമില്ല. അല്ല പറഞ്ഞ മരുന്ന് നീ ചെയ്തിട്ടുണ്ടോ? അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ കച്ചവടമുണ്ടാകാൻ അള്ളാഹു മരുന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. എല്ലാ രോഗങ്ങൾക്കുമുള്ള മരുന്ന് വിശുദ്ധ ഖുർആനിലുണ്ട്. അള്ളാന്റെ വിശുദ്ധ ഖുർആനിൽ ഇല്ലാത്ത എന്താ ഉള്ള? എല്ലാം ഖുർആനിലുണ്ട്. പക്ഷെ നീ ഖുർആൻ പഠിക്കത്തില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, എന്താ ഖുർആൻ പറഞ്ഞ മക്കൾ ഉണ്ടാകണോ? മരുന്ന് ഖുർആനിലുണ്ട്. മഹാനായ ഹസൻ ബസ്രി തങ്ങൾ ഒരിക്കൽ വിദ്യാർത്ഥികൾക്ക് പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോ ഒരാള് കയറി വന്നിട്ട് പറഞ്ഞു, തങ്ങളെ മഴയില്ല, നാട്ടിലെങ്ങും വെള്ളമില്ല, വല്ലാത്ത ക്ഷാമം, മഴയില്ല, വല്ലാത്ത ക്ഷാമം, വല്ലാത്ത പ്രയാസം, തങ്ങൾ ദുആ ചെയ്യണം കേട്ടോ. എന്താ ചെയ്യണ്ടേ? എന്താ ഒരു വഴിയെന്താ? മഹാനവറുകൾ പറഞ്ഞു കൊടുത്തു, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, ഇത് പറഞ്ഞാ മതി. മഴ വേണോ? അസ്തഗ്ഫിറുല്ലാഹ് പറ. രണ്ടാമതൊരാള് വന്നിട്ട് പറഞ്ഞു, തങ്ങളെ വല്ലാത്ത പ്രയാസവ, കച്ചവടമൊക്കെ ആകെ ബുദ്ധിമുട്ടില്ല, വലിയ നഷ്ടം വരികയാ, സാമ്പത്തികമായി തകർന്നുകൊണ്ടിരിക്കുകയാ. അപ്പൊ മഹാനവറുകൾ പറഞ്ഞു കൊടുത്തു, കച്ചവടത്തിൽ ബർക്കത്ത് വേണോ? അസ്തഗ്ഫിറുല്ലാഹൽ അലീം പറഞ്ഞോ. മൂന്നാമതൊരാള് വന്നു, കല്യാണം കഴിഞ്ഞ് കൊല്ലങ്ങളായി, തങ്ങളെ മക്കളില്ല, വിവാഹം കഴിഞ്ഞ് വർഷങ്ങളായി, മക്കളില്ല, എന്താ ചെയ്യേണ്ടത്? പറഞ്ഞു കൊടുത്തു അസ്തഗ്ഫിറുല്ലാഹൽ അലീം പറയാൻ. 3 പേരോട് ഒരേ മരുന്നാ പറഞ്ഞു കൊടുത്ത. ശിഷ്യന്മാര് ചോദിച്ചു, എന്റെ പൊന്നാര ഉസ്താദെ ഇതെന്താ ഇപ്പൊ എല്ലാത്തിനും ഒരു മരുന്ന് തന്നെ? 3 പേരോടും പറഞ്ഞത് ഒരേ മരുന്ന് തന്നെ. അപ്പോഴാണ് മഹാനവറുകൾ പറഞ്ഞത്, ഞാൻ പറഞ്ഞതല്ല, അല്ല പറഞ്ഞതാ. ഫഖുൽതുസ്തഗ്ഫിറൂ റബ്ബകും ഇന്നഹു കാന ഗഫാറാ യുർസിലിസ് സമാ അലൈക്കും മിദ്റാറാ
വയുംദിദുകും ബിഅംവാലിൻ വബനീൻ വയജഅൽ ലക്കും ജന്നാത്തിൻ വയജഅൽ ലക്കും അൻഹാറാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അസ്തഗ്ഫിറുല്ലാഹ് പറയാനാ പറഞ്ഞേ. വെള്ളമില്ലേ, മഴ വേണോ, വെള്ളം വേണോ, അസ്തഗ്ഫിറുല്ലാഹ്. കച്ചവടത്തിൽ ബർക്കത്ത് വേണോ, അസ്തഗ്ഫിറുല്ലാഹ്. മക്കള് വേണോ, അസ്തഗ്ഫിറുല്ലാഹ്. അസ്തഗ്ഫിറുല്ലാഹ് പറയാനാ അല്ലാഹ് പറഞ്ഞത്. അതുകൊണ്ട് മക്കളില്ലാത്തവർ, കടയിൽ കച്ചവടമില്ലാത്തവർ, വെള്ളക്ഷാമം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ അസ്തഗ്ഫിറുല്ലാഹ് പറ. അല്ലാഹു നമുക്ക് പറയാൻ ഭാഗ്യം തരുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദുആ എന്ന് പറഞ്ഞാൽ നഷ്ടമില്ലാത്ത കച്ചവടമാ. ആരല്ലാടെ മുമ്പിൽ കൈനീട്ടിയാലും അല്ലാഹു മൂന്നാലൊരു കാര്യം അല്ലാഹു നിനക്ക് തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. മൂന്നാലൊരു കാര്യം. സിറാജിന്റെ മുമ്പിൽ വന്ന് കൈനീട്ടിയ ചിലപ്പോൾ എന്തെങ്കിലും തരും, ഇല്ലെങ്കിൽ തരൂല. അത് എൻ്റെ സ്വഭാവം. പക്ഷെ അല്ലാഹുടെ സ്വഭാവം അങ്ങനല്ല. അല്ലാഹുടെ മുമ്പിൽ ആര് കൈനീട്ടിയാലും അല്ലാഹു മാന്യന, വെറുതെ വിടൂല. അല്ലാഹു വെറും കൈയോടെ മടക്കൂല. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എന്താ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണം? നിർത്താറായോ? നല്ല പച്ചക്കറിയാ. ഓണമൊക്കെ കഴിഞ്ഞപ്പോഴാ പച്ചക്കറി വരുന്നത്. പള്ളിപ്പറമ്പിലെ പച്ചക്കറി ഇല്ലേ? അൽഹംദുലില്ലാഹ്. വിഷമൊന്നും അടിക്കാത്ത പച്ചക്കറി ഇല്ലേ? ശരി. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരാൾ അല്ലാഹുവിന്റെ മുമ്പിൽ കൈനീട്ടിയാൽ മൂന്നിൽ ഏതെങ്കിലും ഒന്ന് അല്ലാഹ് നിനക്ക് തരും. നീ പേടിക്കണ്ട, വെറും കൈയോടല്ല മടക്കൂല. ഒന്നുകിൽ നീ എന്താണോ ചോദിച്ചത് ആ ചോദിച്ചത് അല്ലാഹു തരും. നീ എന്താണോ അല്ലാഹുവിനോട് ചോദിച്ചത് ആ ചോദിച്ചത് തന്നെ റബ്ബ് തരും. വീടാണോ, പണമാണോ, മക്കളാണോ, ആരോഗ്യമാണോ, ജോലിയാണോ, എന്ത് ചോദിച്ചോ അല്ലാഹ് തരും. അതല്ലെങ്കിൽ നീ ചോദിച്ചത് അല്ലാഹു തരൂല. ആ ദുആ നേരെ പരലോകത്തേക്ക് അല്ലാഹു മാറ്റിവെക്കും. അത് നാളെ അള്ളാന്റെ കോടതിയിൽ മസ്സറയിൽ ചെല്ലുമ്പോഴേ അറിയത്തുള്ളൂ ആ മാറ്റിവെച്ചതിന്റെ മഹത്വം എന്താണെന്ന്. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അപ്പൊ നീ ചോദിച്ചതും തന്നില്ല, അല്ലാഹു മഹ്ശറയിലേക്ക് മാറ്റിയും വെച്ചില്ല എങ്കിൽ മൂന്ന്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, നിനക്ക് വരാനിരിക്കുന്ന ഒരു ശർറ്, നിനക്ക് വരാനിരിക്കുന്ന ഒരു മുസീബത്ത് അല്ലാഹു തട്ടിമാറ്റിക്കളയുമെന്ന് നബിയിനാ റസൂലുള്ളാഹി. നിനക്ക് വരാനിരിക്കുന്ന ഒരു മുസീബത്തെങ്കിലും, ഒരു ശർറെങ്കിലും ദുആ കൊണ്ട് തട്ടിമാറ്റും. അതുകൊണ്ടാണ് ദുആ ചെയ്യാൻ പറഞ്ഞേ. അതുകൊണ്ടാണ് അല്ലാഹുവിനോട് ദുആ ചെയ്യാൻ പറയുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എത്രത്തോളം ദുആ ചെയ്യാൻ കഴിയുമോ? എന്തിനാ ഉസ്താദെ എവിടെ പോയാലും ദുആ? നിസ്കരിച്ച ദുആ, മുമ്പ് ദുആ, ശേഷം ദുആ, അവിടെ ദുആ, ഇവിടെ ദുആ, കൂട്ടപ്രാർത്ഥന, അത് ഇത് എല്ലാം കുറ്റം പറയുക. എന്തിനാ ദുആ? എടാ പൊന്നാര ചങ്ങാതി, ദുആ ചെയ്യണം. ദുആ ചെയ്താൽ ദുആ ചെയ്യുന്ന മനുഷ്യന്റെ ശബ്ദം മലക്കുകൾക്ക് പരിചയമുണ്ടാകുമെന്ന് നബിയിനാ റസൂലുള്ളാഹി. ഒരാൾ നിത്യമായി ദുആ ചെയ്യുന്ന ആളാണെങ്കിൽ സിറാജ് ദുആ ചെയ്യുന്ന സമയത്ത് അല്ലാഹുവിന്റെ അർശിന്റെ ഭാഗത്ത് നിൽക്കുന്ന മലക്കുകള് അല്ലാഹുവിന്റെ പോയിട്ട് പറയും, പടച്ചവനെ സിറാജ് ദുആ ചെയ്യുന്നല്ല. അല്ലാഹുവിന്റെ അടുക്കൽ പറയും, പടച്ചവനെ സിറാജ് ദുആ ചെയ്യുന്ന. കാരണം സിറാജിന്റെ ശബ്ദം മലക്കുകൾക്കറിയാം. അതാണ് നമ്മൾ എത്രത്തോളം നമ്മൾ ദുആ ചെയ്യാൻ കഴിയുമോ, നമ്മൾ ദുആ ചെയ്യുമ്പോൾ ആ ദുആഇന്റെ ശബ്ദം, നമ്മുടെ ശബ്ദം പോലും മലക്കുകൾക്കറിയാം. അവർ അല്ലാഹുവിനോട് പറയും, സിറാജിന്റെ ദുആ സ്വീകരിക്കണേ അല്ലാഹ്, അവൻ ഉത്തരം കൊടുക്കണേ എന്ന് മലക്കുകൾ അല്ലാഹുവിനോട് ശഫാഅത്ത് ചെയ്യുമെന്ന് മഹാനായ നബിയിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദുആ ചെയ്യ്. വയദുഊനനാ റഗബൻ വറഹബ. അല്ലാഹുവിനോട് നമ്മൾ ആത്മാർത്ഥമായി ദുആ ചെയ്യണം. നമ്മുടെ മനസ്സിന്റെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും, പണ്ടത്തെ കാലത്ത് പാപ്പായ്ക്ക് ഒരു പ്രയാസം വന്നാൽ കളിച്ചാപ്പി പോത്തില്ല, കടത്തിണ്ണയെ പോത്തില്ല, കടപ്പുറത്ത് പോയിരിക്കില്ല. വാപ്പായ്ക്കൊരു പ്രശ്നം വന്നാൽ നേരെ പള്ളിയിൽ പോകും, 2 റക്അത്ത് നിസ്കരിക്കും, എന്നിട്ട് ദുആ ചെയ്യും, പരിഹാരം കാണും. അവര് പള്ളിയിൽ പോയിരുന്ന് നിസ്കരിച്ച് ദുആ ചെയ്യും. അല്ലെങ്കിൽ ഏതെങ്കിലും മഹാന്മാരുടെ മക്കാമകളുടെ മുമ്പിൽ പോകും. അൽഹംദുലില്ലാ, എത്രയോ ഔലിയാക്കന്മാർ, മഹാന്മാർ അവരുടെ ഖബറിന്റെ ചാരത്ത് പോയിരുന്ന് ദുആ ചെയ്യും, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുമായിരുന്നു. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. മഹാനായ ഗൗസുൽ ആലമിനെ കുറിച്ച് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാലമാണ് ഈ മാസം. മഹാനായ ഗൗസുൽ ആലമിനെ കുറിച്ച് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്യുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മുടെ ദുആയ്ക്ക് ഇജാബത്ത് നൽകുമാറാകട്ടെ. അവിടുത്തെ പൊരുത്തം അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സാധാരണ ആളല്ല. മുഹയ്യിദ്ദീൻ ഷെയ്ഖിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കണം നല്ലതുപോലെ. സാധാരണ ഒരാളല്ല. തന്റെ ഉപ്പയുടെയും തന്റെ ഉമ്മയുടെയും പരമ്പര നബിതങ്ങളുടെ കുടുംബത്തിലേക്ക് ചെല്ലുന്ന വ്യക്തിയാണ്.
മഹാനായ ഗൗസുൽ ആലമിന്റെ കുടുംബ പരമ്പര എടുത്തു നോക്കിയാൽ ഉമ്മാടെ പരമ്പരയും പോകും, വാപ്പയുടെ പരമ്പരയും നബിതങ്ങളുടെ കുടുംബത്തിൽ പോയി അവസാനിക്കും. അഹ്ലു ബൈത്തിൽപ്പെട്ട ആളാണ് മഹാനായ ഗൗസുൽ ആലം. അള്ളാഹു അവിടത്തെ പൊരുത്തം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇപ്പം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദുആ ചെയ്, ആത്മാർത്ഥമായി ദുആ ചെയ്. ഞാൻ ചോദിച്ചാൽ എൻ്റെ റബ്ബ് എനിക്ക് എന്തും തരുമെന്നുള്ള ആ ഒരു ഉറച്ച വിശ്വാസത്തോടു കൂടി വേണം ദുആ ചെയ്യാൻ. അള്ളാഹു നമ്മുടെ ദുആയ്ക്ക് ഇജാബത്ത് നൽകുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ദുആ സ്വീകരിക്കുമാറാകട്ടെ. 10 മണിയായോ? എല്ലാവരും വാച്ച് നോക്കുന്നു. 10 മണിയായപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വാച്ച് നോക്കുന്നുണ്ട്. അള്ളാഹു അവരുടെയൊക്കെ ആക്കിബത്ത് നന്നാക്കി കൊടുക്കുമാറാകട്ടെ. വാച്ചിൽ നോക്കുന്നുണ്ട്. ഉസ്താദ് 10 മണിക്ക് നിർത്താന്ന് പറഞ്ഞല്ലേ? അപ്പൊ വാച്ചിൽ നോക്കുന്നുണ്ട്, എന്നെയും നോക്കുന്നുണ്ട്. അള്ളാഹു നമ്മുടെയൊക്കെ അവസാന സമയം നന്നാക്കി തരുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ അവസാന സമയം നന്നാക്കി തരുമാറാകട്ടെ. നിർത്താറായോ? നിർത്തട്ടെ? എന്ത് വേണം? നിർത്താറായോ? നിങ്ങൾ പറഞ്ഞ എനിക്ക് കുഴപ്പമൊന്നും ഇല്ലടോ. നിങ്ങൾ ഇരിക്കുവാണെങ്കിൽ ഒരു കാര്യം കൂടെ പറയും, ഇല്ലെങ്കിൽ ഞാൻ ഓതിയ ആയത്ത് ഇനി ഒന്നുകൂടെ ഉണ്ട്. നിങ്ങൾ ഇരിക്കുവാണെങ്കിൽ ഞാൻ പറയില്ലെങ്കിൽ ദുആ ചെയ്യും. എന്ത് വേണം? ദുആ ചെയ്യട്ടെ? പറയണോ ദുആ ചെയ്യണോ? കാരണം 10 മണി വരെ എനിക്ക് സമയമുള്ളൂ. 10 മണി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കാണ് അവസരം. എന്താ പറയണോ നിർത്തണോ? ഒരു 10 മിനിറ്റ്, ഒരു 15 മിനിറ്റും കൂടെ ഇരിക്കുക ഉസ്താദെ. ഒന്ന് കൈപൊക്കിക്കേ. പൈസ ഒതുക്കുമ്പോ ഇവിടെയൊക്കെ തന്നെ കാണണം എല്ലാം കേട്ടാ. അല്ലാഹു പറയുകയാണ്, മൂന്നാമത്തെ കാര്യം എന്തെന്നറിയോ? ആ സ്വർഗത്തിന്റെ അവകാശികളുടെ മൂന്നാമത്തെ സ്വഭാവം വകാനൂലനാ അല്ല പറയുകയാണ്, അവർക്ക് അല്ലാഹനെ വല്ലാത്ത പേടിയാ, അവർക്ക് അല്ലാഹനെ വല്ലാത്ത പേടിയാ. വകാനൂലനാ അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്നവരാണ് ഈ സദസ്സിലിരിക്കുന്ന. ആർക്കാ അല്ലാഹനെ പേടിയുള്ളത്? അല്ലാഹനെ പേടിയുള്ള ഒരാളെ പറയടോ. നമുക്ക് അല്ലാഹനെ പേടിയില്ല, നമുക്ക് അല്ലാഹ് ആരാണെന്ന് പോലും അറിയില്ല, നമുക്ക് അല്ലാഹ് ആരാണെന്ന് പോലും അറിയില്ല. പടച്ചവനെ, അല്ലാഹുവിനെ കുറിച്ച് ഒരു 10 മിനിറ്റ് പ്രസംഗിക്കാൻ പറഞ്ഞാൽ നിന്റെ കൂടെ ജോലി ചെയ്യുന്ന, നിന്റെ വീടിന്റെ പരിസരത്തുള്ള ഒരു മുസ്ലിമായ സഹോദരൻ ചോദിക്കുന്നു, ആരാ അല്ലാഹ്? ഈ മുസ്ലിമാണെന്ന് പറഞ്ഞു നടക്കുന്ന കാക്ക അല്ലാഹ് ആരാണെന്നൊന്ന് പറയാൻ പറഞ്ഞ 5 മിനിറ്റേ നിനക്ക് പറയാനുള്ളൂ. നിനക്ക് പോലും അറിയില്ല അല്ലാഹ് ആരാണെന്ന്. അല്ലാഹനെ കുറിച്ച് പഠിക്കണേ, അല്ലാഹനെ കുറിച്ച് പഠിക്കണേ. അല്ലാഹ് ആരാണെന്നറിഞ്ഞാ ഭയക്കുമടോ, പേടിക്കുമടോ. തെറ്റു ചെയ്യാൻ പേടിയാ, തെറ്റു ചെയ്യാൻ പേടിയാ. നിന്റെ മോഹങ്ങളും നിന്റെ ആഗ്രഹങ്ങളും ഒക്കെ കളയുകയാ. പിന്നെ പടച്ചവനിലേക്ക് മടങ്ങുകയാണ്. പെങ്ങളെ, നമുക്ക് അല്ലാഹനെ പേടിയില്ലടോ. അങ്ങനെ പേടിയുണ്ടായിരുന്നെങ്കിൽ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ഹയ്യ അലൽ സ്വലാ, ഹയ്യ അലൽ ഫലാ, അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ബാങ്ക് വിളി കേൾക്കുമ്പോ, പടച്ചവരെ, പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ബാങ്ക് വിളി കേൾക്കുമ്പോ നിസ്കരിക്കാതെ നമുക്ക് ഉത്തരം കൊടുക്കാതെ നടക്കാൻ കഴിയുമോ? പെങ്ങളെ, ഔറത്ത് മറയ്ക്കാതെ നടക്കാൻ കഴിയുമോ? അഹങ്കാരികളെ പോലെ നടക്കാൻ കഴിയുമോ? എങ്ങനെയാ കള്ള് കുടിക്കാൻ പറ്റുക? വ്യഭിചരിക്കാൻ തോന്നുന്നത്, പാപം ചെയ്യാൻ തോന്നുന്നത്, കള്ളത്തരങ്ങൾ കാണിക്കാൻ തോന്നുന്നത്, ഹറാമായ കാര്യങ്ങൾ അല്ലാഹ് പറഞ്ഞിട്ടുണ്ടല്ലോ, ഹറാമായതുമായി ബന്ധപ്പെടരുതെന്ന്. ഹറാമായ കാര്യങ്ങൾ ചെയ്യാനെന്ന് പേടിയില്ലടോ, ഹറാമായ കാര്യങ്ങൾ ചെയ്യാനെന്ന് പേടിയില്ല. പടച്ചവനെ, ഹലാലും ഹറാമും നോക്കാറില്ല. കള്ളത്തരങ്ങൾ കാണിക്കുകയാണ്, പറ്റിക്കുകയാണ്, പിടിച്ചുപറിക്കുകയാണ്. ഏത് വൃത്തികേടുകൾ ചെയ്തിട്ടാണെങ്കിലും മനുഷ്യന് പണം മതിയടോ, മനുഷ്യന് പണം മതിയടോ. അവിടെ ഹലാലും ഹറാമും
നോക്കാറില്ല. ഏത് വഴിയിലൂടെയാണെങ്കിലും മനുഷ്യന് പണം മതിയടോ, അതിനെന്ത് തരം താഴ്ന്ന പണിയും നമ്മൾ ചെയ്യുമല്ലോ, ഏത് മോശമായ പ്രവർത്തനങ്ങളും നടത്തുമല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, ഹറാം നബി തങ്ങൾ പറയുകയാ, ഏതെങ്കിലും ഒരു വീട്ടിൽ ഹറാം വന്നാൽ, ഹറാമായ ചില കാര്യങ്ങൾ ചെയ്യുമ്പോ അള്ളാഹു അവരുടെ ആയുസ് കുറച്ചു കളയുമെന്നാണ്, ആയുസ് കുറഞ്ഞു പോകുമെന്നാണ്. ഒരു ചിന്തയില്ലടോ പടച്ചവനെ. ഈ മുസ്ലിം സമുദായമേ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറഞ്ഞ് കള്ള് കുടിക്കാൻ പാടില്ല, കള്ള് ഹറാമാണെന്ന് പറഞ്ഞപ്പോ, കള്ള് കുടിക്കരുതെന്ന് പറഞ്ഞപ്പോ സഹാബത്ത് എന്ത് ചെയ്തെന്നറിയോ? ആ കള്ളു മാത്രമല്ല കളഞ്ഞത്, ആ കള്ള് ഒഴിച്ചു വെച്ചിരുന്ന കുപ്പി പോലും നശിപ്പിച്ച് കളഞ്ഞടോ. ഇതാണ് മുസ്ലിമിന്റെ സ്വഭാവം. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, പറ്റിച്ചും നീ കാശുണ്ടാക്കിയിട്ട് കാര്യമില്ല, വളഞ്ഞ വഴിയിലൂടെ സമ്പാദിച്ചിട്ട് കാര്യമില്ല. സഹോദരാ, അധ്വാനിക്കടോ, കഷ്ടപ്പെടണമടോ. നബിതങ്ങൾ ഒരു സഹാബിയുടെ കൈ പിടിക്കുമ്പോ അധ്വാനിച്ചിരിക്കുന്ന, കയ്യിൽ തഴമ്പുള്ള ഒരു സഹാബിയെ കണ്ടു. അധ്വാനിച്ചു ജോലി ചെയ്തിട്ട് കുടുംബത്തെ പോറ്റുന്ന ഒരു സഹാബിയെ കണ്ടു. പ്രവാചകൻ ആ മനുഷ്യന് വേണ്ടി ദുആ ചെയ്തടോ. അതുകൊണ്ട് ഈ സദസ്സിലിരിക്കുന്നവരോട് പറയുകയാ, നേരായ വഴിയത്തിൽ നേരായ മാർഗത്തിലൂടെ സമ്പാദിക്ക്, അല്ലാതെ വരുന്നത് വാഴൂല. നേരായ മാർഗത്തിൽ സമ്പാദിക്ക്, കള്ളത്തരവും എന്തിനാവശ്യമില്ലാത്തത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഓണബമ്പർ അടിക്കാത്തതിന്റെ സങ്കടത്തിൽ നടക്കണ ആക്കാമാരില്ലേ? എടോ, ഞാൻ 2-3 ദിവസം മുമ്പ് പെട്രോൾ അടിക്കാൻ പമ്പിൽ പോയതാ. പെട്രോൾ അടിക്കാൻ പമ്പിൽ പോയപ്പോ ഒരമ്മ എന്റെ അടുത്ത് വന്നിട്ട് പറയുന്നു, അച്ഛാ, ഓണബമ്പർ 25 കോടി 4 ദിവസം കൂടെ ഉള്ളു, എടുത്തോളാൻ. ഞാൻ പറഞ്ഞു, അമ്മ എനിക്ക് വേണ്ട, എനിക്കിത് വേണ്ട. ഇല്ല അച്ഛാ, നിങ്ങൾ എടുക്ക്, നിങ്ങളുടെ മുഖം കണ്ടാൽ തന്നെ അറിയാം നിങ്ങൾക്ക് അടിക്കുമെന്ന്. ആ അമ്മേനോട് പറഞ്ഞ 4 ദിവസം മുമ്പ് എന്നോട് പറഞ്ഞു, നിങ്ങളുടെ മുഖം കണ്ടാൽ തന്നെ അറിയാം നിങ്ങൾക്ക് അടിക്കും, നിങ്ങൾ ധൈര്യമായിട്ട് എടുക്ക്. ഞാൻ പറഞ്ഞു, എനിക്ക് പൈസയുടെ ആവശ്യമൊന്നുമില്ല, ഇത് എവിടെ കൊണ്ടുവെക്കാനാ? ഇത് അടിച്ചാൽ ഞാൻ എവിടെ കൊണ്ടുവെക്കും? എനിക്ക് വേണ്ട. അപ്പോഴും അമ്മ എന്നെ ഇങ്ങനെ നിർബന്ധിക്കുക. അവസാനം അമ്മ പറഞ്ഞു, എന്നാ നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഒരെണ്ണം എടുത്ത് എനിക്ക് തരാം, നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഒരെണ്ണം എടുത്ത് എനിക്കിതാ. ഞാൻ പറഞ്ഞു, ഇത് ഞങ്ങൾക്ക് പാവ എടുത്തൂടാ, ഇത് ഹറാമാ. അമ്മയോട് പറഞ്ഞു. അപ്പൊ എന്റെ വണ്ടിയിൽ എണ്ണയടിച്ച ചേച്ചിയോട് ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് ഒരെണ്ണം എടുത്തൂടെ? ആ ചേച്ചിയോട് ചുമ്മാ തമാശക്ക് ചോദിച്ചു, നിങ്ങൾക്കൊന്ന് എടുത്തൂടെ? ആ സഹോദരിക്ക് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. ആ സഹോദരി പറഞ്ഞ ഒരു മറുപടി എന്തെന്നറിയോ? ആ പ്രിയപ്പെട്ട ചേച്ചി എനിക്ക് തന്ന വലിയൊരു ഉപദേശമുണ്ട്. തമാശക്ക് പറഞ്ഞതാണെങ്കിലും ആ ചേച്ചി എന്നോട് പറഞ്ഞ ഒരു മറുപടി, അധ്വാനിച്ചുണ്ടാക്കുന്നതേ വാഴത്തുള്ളെന്ന്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എടോ, എന്റെ പ്രിയപ്പെട്ട സമുദായം, എന്തേ നിങ്ങൾ മനസ്സിലാക്കാത്തത്? 25 കോടി എന്നൊക്കെ കേൾക്കുമ്പോ ചാടി വീഴുന്നുണ്ടല്ലോ. നിങ്ങൾ എന്തേ അതിനെക്കുറിച്ച് നിങ്ങൾ പഠിക്കാത്തത്? എന്തേ? കഴിഞ്ഞ വർഷം ലോട്ടറി അടിച്ച സഹോദരന്റെ വാർത്ത നിങ്ങൾ യൂട്യൂബിലും പത്രങ്ങളിലൊക്കെ നോക്ക്. ആ മനുഷ്യൻ തന്നെ പറയുന്നത് ഇത് അടിക്കരുതെന്നാ. കാരണം എന്തേ? അടിച്ചു കഴിഞ്ഞാൽ സമാധാനം പോയി. അദ്ദേഹം തന്നെ പറയുന്നു. അല്ലെങ്കിൽ അടിച്ചവരോട് നിങ്ങൾ ചോദിക്ക്, ലോട്ടറി അടിച്ച മനുഷ്യൻ ആ താൽക്കാലികമായി ആ സമയത്തുള്ള ലാഭങ്ങൾ മാത്രമേ ഉള്ളൂ. അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, എന്റെ പ്രിയപ്പെട്ടവർ, അദ്ദേഹം തന്നെ പറയുന്നു, ഇത് അടിച്ചതിന് ശേഷം ഉള്ളത് സമാധാനം പോയി. എത്ര പേര് ലക്ഷക്കണക്കിന് രൂപ, എത്രയോ ലക്ഷങ്ങൾ ചെലവഴിച്ചിട്ടാ ഇത് മനുഷ്യനെടുക്കാൻ തയ്യാറാകുന്നത്. എടോ, അധ്വാനിച്ച് കിട്ടുന്നത് അത് എപ്പോഴും നമുക്ക് ഉപകാരപ്പെടുകയുള്ളൂ. വളഞ്ഞ വഴിയിലൂടെ ഒന്നും നമുക്ക് നേടാൻ കഴിയില്ല. എന്തിനാ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പണക്കാരനാകണം, ഭാഗ്യപരീക്ഷണം, അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കുന്നത്? ഈ വർഷം അടിച്ചിരിക്കണമെന്ന് മുസ്ലിമിനാ. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത് നമ്മൾ പഠിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്, നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യമുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹറാമും ഹലാലും നല്ല ശ്രദ്ധയോടുകൂടി വേണം നമ്മൾ ജീവിക്കാൻ. അള്ളാഹുവിനെ ഭയന്ന് വേണം ജീവിക്കാൻ. പടച്ചറപ്പിനെ പേടിച്ച് ജീവിക്കണം സഹോദരാ. അള്ളാഹുവിനെ ഭയന്ന് ജീവിക്ക്. അല്ലാഹ് പറയുകയാ, വകാനൂ ലനാ ഖശീൻ.
പെങ്ങളെ അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുക പൊന്നുമോള്. അല്ലാഹുവിനെ പേടിച്ച് വേണം ജീവിക്കാൻ. പെങ്ങളെ തലമറയ്ക്കണേ, ഫർദയിടണേ, ഹിജാബ് ഇടണേ, ശരീരം മറയ്ക്കണേ. അല്ലാതെ അടിച്ചു പൊളിക്കാനുള്ളതല്ല ആയുസ്. നിനക്ക് തോന്നുന്നത് പോലെ ജീവിക്കാനുള്ളതല്ല ആയുസ്. അല്ലാഹുവിനെ ഭയന്ന് ജീവിച്ചോ. ഇതൊക്കെ പറയുമ്പോ നമ്മളെ കളിയാക്കുന്നവരുണ്ടോ, പരിഹസിക്കുന്നവരുണ്ടോ. ഉസ്താദേ, നിങ്ങളൊക്കെ എത്ര വാഴ് പറഞ്ഞാലും എന്റെ ജീവിതത്തിൽ ഒരു മാറ്റമില്ല. പെണ്ണുങ്ങൾ പറയുന്നത് ഉസ്താദന്മാർക്ക് മുഴുവനും ഞങ്ങളോട് വല്ലാത്ത ദേഷ്യമാണ്. ഏത് വാഴ് പറയുന്ന ഉസ്താദും പെണ്ണുങ്ങളെയാണ് കുറ്റം പറയുന്നത്. ആരാ പറഞ്ഞത്? പെങ്ങളെ, നിന്നോട് വാശിയില്ല, നിന്നോട് വൈരാഗ്യമില്ല. നീ നന്നായേ പറ്റൂ, നീ നന്നായേ പറ്റൂ. പെങ്ങളെ, നീ നന്നായാ വീട് നന്നായി. പെണ്ണ്, നീ നന്നായ മക്കള് നന്നായി, നീ നന്നായ മക്കള് നന്നായി. പെണ്ണ് നല്ലവളാണോ? പെണ്ണ് നല്ലവളാണോ? പടച്ചവരെ, മക്കള് നന്നാകുമടോ. പേടിയുള്ള പെണ്ണാണോ? മക്കള് നന്നായി. വാപ്പ നല്ല മനുഷ്യനാണ്. കെട്ടിയ ഭാര്യ അല്ലാഹുവിനെ പേടിയില്ലാത്തവളാണോ? മഅദല്ലാ, മക്കള് തലതിരിഞ്ഞു പോകുമടോ, മക്കള് തലതിരിഞ്ഞു പോകുമടോ. അല്ലാഹുവേ, 950 വർഷക്കാലം ദഅവത്ത് നടത്തിയ പ്രവാചകനാണ് മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം. ആ നൂഹ് നബി 950 കൊല്ലം അല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞു കൊടുത്ത പ്രവാചകനാണ്. ആ പ്രവാചകന്റെ ഭാര്യ അല്ലാഹുവിനെ വിശ്വാസമില്ലാത്തവളായി. അത് കാരണം തന്റെ പൊന്നാര മകന് തൂഫാൻ എന്ന് പറയുന്ന ജലപ്രളയത്തിൽ മുങ്ങി മരിക്കുമ്പോ വെള്ളത്തിന്റെ അകത്ത് മുങ്ങിത്താടുന്ന പൊന്നുമോനോട് നൂഹ് നബി വിളിക്കുന്നു, യാ ബുനയ്യാ, ഉപ്പാട പൊന്നുമോരേ, ഉപ്പാട പൊന്നുമോരേ. വാപ്പ പറയുന്നത് കേൾക്കടാ. ഉപ്പാട കൂടെ ഈ കപ്പലിനകത്ത് കയറി രക്ഷപ്പെടുമ്പോര് ഇന്ന് അല്ലാഹുവിന്റെ അദാബ് വന്നിരിക്കുകയാണ്. ലാ ആസിമൽ യൗമ മിൻ അംരില്ലാഹ്. വെള്ളത്തിന്റെ അകത്ത് മുങ്ങിത്താടുന്ന പൊന്നാര മകനോട് നൂഹ് നബി പറയുമ്പോ അവൻ പറഞ്ഞ മറുപടി, വാപ്പയുടെ പണി നോക്ക്. ആ കാണുന്ന മലയുടെ മുകളിൽ കയറി ഞാൻ എന്റെ രക്ഷപ്പെട്ടുകൊള്ളാ, ഞാൻ എന്റെ കാര്യം നോക്കിക്കൊള്ളാ. അവസാനം മുങ്ങി മരിച്ചടോ. ഒരു പ്രവാചകന്റെ ചരിത്രമാ പറയുന്നത്. ലൂത്ത് നബി അലൈഹിസ്സലാം പ്രവാചകനായിരുന്നു. ഭാര്യ അല്ലാഹുവിനെ വിശ്വാസത്തില്ലാത്തവളായിരുന്നു. തന്റെ പൊന്നാര മക്കനും അവിടെ നിന്ന് പോയടോ, തന്റെ മക്കളും അവിടെ നിന്ന് പോയടോ. അതുകൊണ്ടാ പറയുന്നത്, പെങ്ങളെ നന്നാകണം. പെങ്ങള് മോനെ, കല്യാണത്തിന് പോകുമ്പോ ഉസ്താദന്മാര് പറയുമല്ലോ, തുൻകഹുൽ മർഅതു ലി 4 കാര്യങ്ങളാണ് പെണ്ണ് കെട്ടുന്നവന് പരിഗണിക്കേണ്ടത്. സമ്പത്തല്ല, സൗന്ദര്യമല്ല, കുടുംബ മഹിമയല്ല. ഫളുഫറു ബിദാതി ദീനുള്ള പെണ്ണിനെ വേണം വിവാഹം കഴിക്കേണ്ടത്. ഹൃദയത്തിന് ദീനുണ്ടോ എന്ന് നോക്കണം ചെറുപ്പക്കാരാ. പണം വരുമടോ, സൗന്ദര്യം വരുമടോ, കുടുംബ മഹിമ വരുമടോ, പക്ഷേ ദീനാണ് വേണ്ടത്. അല്ലാഹുവിനെ പേടിയുള്ള ഒരു മനസ്സാണ് വേണ്ടത്. അങ്ങനെയുള്ളവരെ വേണം വിവാഹം കഴിക്കാൻ. ുള്ളതിനെ വേണം കല്യാണം കഴിക്കാ. ചുമ്മാതെ പറഞ്ഞതല്ല, ഞാൻ നിനക്കൊരു ഉദാഹരണം പറഞ്ഞു തരാ. അല്ലാഹുവേ, മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്, രാത്രിയാകുമ്പോ ഇങ്ങനെ ഇറങ്ങി നടക്കും തന്റെ ജനതയുടെ വിഷയങ്ങൾ മനസ്സിലാക്കാൻ. മൃതങ്ങൾ രാത്രിയിൽ ഇങ്ങനെ നടന്നു പോകുമ്പോ ഒരു വീടിനകത്ത് ഉമ്മയും മകളും കൂടെ വഴക്കു കൂടുകയാണ്. ഉമ്മയും മകളും കൂടെ വല്ലാത്ത വഴക്ക്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല ഒളിഞ്ഞു കേട്ടതല്ല. മകളും ഉമ്മയും മകളും കൂടെ വഴക്കു കൂടുന്നത് കണ്ടപ്പോ ഒന്നും മിണ്ടാതെ നിന്നു. എന്താ സംഭവം എന്നറിയാൻ. അപ്പം ഉമ്മ മകളോട് പറയുന്നു, മോളെ, പാലിനകത്ത് വെള്ളം ഒഴിക്ക്, പാലിനകത്ത് വെള്ളമൊഴിക്ക്. മകള് പറഞ്ഞു, ഉമ്മ ഇത് പാപവാ, ഇത് ചതിയാ, ഇത് തെറ്റാ, ഞാൻ ചെയ്യൂല ഉമ്മ. ഉമ്മ പിന്നെയും നിർബന്ധിക്കുകയാ, നിന്നോട് പാലിൽ വെള്ളം ഒഴിക്കാനാ, പാലിനകത്ത് വെള്ളം ഒഴിക്കടി. ഉമ്മ വീണ്ടും നിർബന്ധിച്ചു. അപ്പൊ മകള് പറയുന്നു, ഉമ്മ, രാജ്യം ഭരിക്കുന്നത് ഖത്താബിന്റെ മകൻ ഉമറാണ്. ഉമർ എങ്ങാണ് ഇത് അറിഞ്ഞ നമ്മളെ രണ്ടെണ്ണത്തിനെയും വെറുതെ വിടൂല, ഞാൻ പാലിന് വെള്ളം ഒഴിക്കൂല. അപ്പൊ ഉമ്മ ചോദിക്കുന്നു, ഉമർ വീട്ടിൽ കിടന്നുറങ്ങാ?
ഖലീഫ ഉമർ എങ്ങനെ അറിയാനാ നീ വെള്ളത്തിന് പാലിനകത്ത് വെള്ളമൊഴിക്കുന്നത്? ഉമർ വീടിനകത്ത് കിടന്ന് ഉറങ്ങല്ലേ, നീ പാലിൽ വെള്ളമൊഴിക്ക്. ആ സമയത്ത് ആ പൊന്നുമകള് പറഞ്ഞു, ഉമ്മാ ഉമർ ഉറങ്ങുമായിരിക്കും, ഉമർ കാണുന്നില്ലായിരിക്കും, പക്ഷെ അല്ല കാണുന്നുണ്ട് ഉമ്മ, അല്ല കാണുന്നുണ്ട്, ഞാൻ കലർത്തൂല വെള്ളം. ഉമർ തങ്ങളുടെ കണ്ണ് നിറഞ്ഞു പോയിടോ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല രാവിലെ സുബഹി കഴിഞ്ഞപ്പോ ഒരാളെ പറഞ്ഞു വിട്ടു ആ പെണ്ണ് ആരാണെന്ന് അന്വേഷിക്കാൻ. ആ പെൺകുട്ടിക്ക് തെരഞ്ഞൊരാൾ വീട്ടിൽ വന്നപ്പോ ആ പെൺകുട്ടി യതീമ, ആ പെണ്ണൊരു യതീമ. എന്റെ പ്രിയപ്പെട്ടവരെ, ഉമ്മയും അള്ളാനെ പേടിയുള്ള പെണ്ണ് തന്നെയാ. പിന്നെ എന്തുകൊണ്ടാണ് പാലിൽ വെള്ളമൊഴിക്കേണ്ട കാരണം വന്നത്? ഇവർക്കൊരു ഒട്ടകമാണുള്ളത്. ആ ഒട്ടകത്തിന്റെ പാല് കറന്നു കൊടുത്തിട്ട് കിട്ടുന്ന പൈസ കൊണ്ടാണ് ആ കുടുംബം കഴിഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ ഒരാഴ്ചയായിട്ട് പാലില്ലാത്തത് കാരണം ഇവര് പട്ടിണിയില്ല, തിന്നാനൊന്നുമില്ല. അപ്പോഴാണ് ഒരല്പം പാല് കിട്ടിയത്. അപ്പൊ ഉമ്മ പറഞ്ഞു, മോളെ ആഹാരം കഴിച്ചിട്ട് ഒരാഴ്ചയായി, തിന്നാനൊന്നുമില്ല, ഈ പാലിനകത്ത് ഇത്തിരി വെള്ളം കലർത്തിയിട്ട് കൊടുക്ക്, എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമല്ലോ. നീ പാലിനകത്ത് ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് കൊടുത്താൽ എന്തെങ്കിലും നമുക്ക് കഴിക്കാൻ കിട്ടും. അപ്പോഴാണ് ആ പെൺകുട്ടി പറയുന്നത് അല്ല കാണുന്നുണ്ടെന്ന്. ഈ സംഭവം ഉമർ തങ്ങൾ അറിഞ്ഞു. ഉമർ തങ്ങൾ നേരെ വീട്ടിൽ ചെന്നിട്ട് 2 ആൺമക്കളെ വിളിച്ചു. ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാ. തന്റെ മക്കളെ വിളിച്ചിട്ട് പറഞ്ഞു, മക്കളെ, ഒരു പാവപ്പെട്ട പെണ്ണുണ്ട്, കൊട്ടാരമില്ല, വലിയ കുടുംബമൊന്നുമല്ല, യതീമ, പക്ഷെ അല്ല ഉണ്ട് അവളുടെ ഹൃദയത്തിൽ. എനിക്ക് വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ പ്രായം ചെന്നത് കാരണം ഞാൻ കല്യാണം കഴിക്കണില്ല, പറ്റുമെങ്കിൽ നിങ്ങൾ ആരെങ്കിലും കഴിക്കുക. ഉമർ തങ്ങൾ ചോദിച്ചു, മക്കളെ, നിങ്ങൾ ആരെങ്കിലും കല്യാണം കഴിക്കുക? ആ പെണ്ണിന് പണവോ കൊട്ടാരവോ ഒന്നുമില്ല, പക്ഷെ അല്ല ഉണ്ട് അവരുടെ ഹൃദയത്തിൽ. ഉമർ തങ്ങളുടെ മകൻ പറഞ്ഞു, എനിക്ക് വേണം ബാപ്പ, ഞാൻ കെട്ടിക്കൊള്ളാം. അങ്ങനെ കല്യാണം കഴിച്ചു. എടോ, നിങ്ങൾ ചരിത്രം എടുത്തു നോക്ക്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് എന്ന് പറയുന്ന ഒരു മഹാൻ ലോകത്ത് ജീവിച്ചിരുന്നു. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ ചരിത്രം വായിച്ച ഏതു മനുഷ്യനും കരയും. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾക്ക് മരണം അടുത്തെന്ന് മനസ്സിലായി. തന്റെ മരണം അടുത്തെന്ന് മനസ്സിലായപ്പോ കുളിച്ച് റെഡിയായി നേരെ ബെഡ്റൂമിലേക്ക് കയറി വന്നു. എന്നിട്ട് തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ഫാത്തിമാനെ വിളിച്ചു, ഫാത്തിമ ഇങ്ങ് അടുത്തു വാ, എന്റെ മരണം അടുത്തിരിക്കുന്നു, നീ എനിക്ക് പൊരുത്തം തരണം. പൊരുത്തം ചോദിച്ചു. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ലോകത്തോട് വിട പറയാൻ പോകുകയാ.